നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഓണാഘോഷങ്ങളൊക്കെ നല്ല ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഓണസദ്യ കഴിച്ചാലും അതിൻ്റെ അവസാനം പായസം കൂട്ടി ഒരു കഴിപ്പൂടെ കഴിച്ചാലേ ഓണത്തിൻ്റെ സദ്യക്ക് ഒരു ഉഷാറുണ്ടാവും. അത് പറഞ്ഞതുപോലെ ഓണസിനിമകൾ എത്ര ഇറങ്ങിയാലും ഈ നടൻ്റെ സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ കുട്ടികളും കുടുംബങ്ങളും ആ തിയേറ്ററിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. ഈ ഓണക്കാലത്തും നമുക്ക് നല്ലൊരു ജനപ്രിയ സിനിമ സമ്മാനിക്കുകയാണ് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. ദിലീപേട്ടൻ്റെ ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമസ്കാരം, ഓണാശംസകൾ. ആദ്യം തന്നെ ഓണം വിഷസ് അറിയിക്കുന്നു. ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദേ മാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന കേസറ്റ് ഇറങ്ങുമ്പോഴാണ് ആൾക്കാർ ഓണം വന്നു എന്ന് പെട്ടെന്ന് അറിഞ്ഞിരുന്നത്. ആ കേസറ്റ് കൊണ്ട് ഒരു തരംഗത്തോടു കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ആ കേസറ്റ് അങ്ങനെ ഓഡിയോ കേസറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കില്ല. വീഡിയോയുടെ ഒരു കാലത്തേക്ക് മാറിപ്പോയതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ ഒരു കാലത്തെ ഓണത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ദിലീപേട്ടൻ എന്തായിരിക്കും അന്നത്തെ ഒരു ഓണം പെട്ടെന്ന് ഓർമ്മയിൽ വരിക? ചെറുപ്പകാലത്ത് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂക്കൾ പറിക്കാനും അങ്ങനെയുള്ള ബഹളങ്ങൾ, വെക്കേഷൻ ആകുമ്പോഴേക്കും നമ്മുടെ കസിൻസിനെ എല്ലാവരും ഒത്തൊരുമിക്കുന്ന തറവാട്ടിൽ കൂടുന്നൊരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടാകും നമുക്ക്. പിന്നെ അതിനുശേഷം നമ്മളൊരു മിമിക്രി എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കയറുന്ന സമയത്ത് പിന്നെ അതായി നമ്മുടെ ലോകം. ആ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ പതുക്കെ പൂക്കളുടെ പുറകെ പോകാനുള്ള സമയമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മുടെ ജീവിതമാർഗം എന്നുള്ള രീതിയിലും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കലാരംഗത്തേക്കും കയറാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴും ഓണമൊക്കെ റോഡ് സൈഡിലുള്ള പല ഹോട്ടലുകളിലായി മാറി. കാരണം വൈകുന്നേരം ആകുമ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഓട്ടോ ആയിരിക്കും. അത് മിക്കപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പുലിക്കളി നടത്തുന്ന ആൾക്കാർക്ക് ഓണസദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്നും ഒക്കെ അറിയില്ല. അത് കേൾക്കുന്ന ജോലിയുടെ ഭാഗങ്ങളായി മാറുന്ന കാര്യങ്ങളുണ്ട്. അന്ന് പിന്നീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓണം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ. അത് കഴിഞ്ഞ് സിനിമയിലെത്തിയപ്പോഴും ഈ പറയുന്ന പോലെ ചില സമയത്ത് ഓണം നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സിനിമയിലുള്ള ആളുകളുടെ കൂടെ ആയിരിക്കും. സിനിമയിലുള്ള ആളുകളുടെ കൂടെ ഓണം എന്ന് പറഞ്ഞാൽ എന്നും പണ്ടൊക്കെ വളരെ സജീവമായിട്ട് എന്നും ഓണം എന്ന് പറയുന്ന പോലെയാണ്. കാരണം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ മൊബൈൽ ഫോണും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പോൾ പതുക്കെ ആർട്ടിസ്റ്റുകളൊക്കെ കാരവനിലേക്കും ഒരു പ്രൈവസി കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നത് പോലും നമ്മൾ പേടിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥയല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് ഫോട്ടോ എടുത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും കഴിക്കണൊക്കെ കോൺഷ്യസ് ആവാൻ തുടങ്ങി എല്ലാവരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൈവസി കിട്ടുന്ന സ്ഥലങ്ങൾ തേടാൻ തുടങ്ങി. ആ കിട്ടുന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത്. മറ്റത് അങ്ങനെയായിരുന്നില്ല. നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓണക്കാലത്തൊക്കെ കൂടെ ഉണ്ടായിരുന്ന സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നമ്മൾ വിട്ടു പോയതിൻ്റെ വേർപാടിൻ്റെ ഭയങ്കര അവസ്ഥകളാണ് ഈ ഓണം. അല്ലെങ്കിൽ എടുത്ത് പറയാനുള്ള എനിക്ക് തോന്നുന്നത് കലാഭവമണി ഇല്ലാത്ത ആദ്യത്തെ ഓണമാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ഓണം എന്ന് പറഞ്ഞാൽ മണിയുടെ നാടൻ പാട്ടും ഓണപ്പാട്ടും ഇല്ലാത്ത മണി വന്ന കാലം മുതൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് മലയാളികൾക്കും ഞങ്ങൾക്കുമൊക്കെ. മണിയൊരു കൂട്ടുകാരനായിരുന്നില്ല, സഹോദരനെ പോലെയായിരുന്നു. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിട്ടുള്ള വിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിമിക്രിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സന്തോഷ് എന്ന് പറഞ്ഞ സന്തോഷ് കുറുമശ്ശേരിയുടെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ ചില അസുഖങ്ങളും കാര്യങ്ങളും വന്ന് പുള്ളിയും പോയി. പുറകെ ഷിയാസ്. അപ്പം നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ നമുക്ക് വളരെ അങ്ങനെ നോക്കുമ്പോൾ സങ്കടത്തിൻ്റെ ഒരു ഓണക്കാലമാണ്. പിന്നെയും വെൽക്കം ടു സെൻട്രൽ ജയിൽ. ഒരു 13 years ഗ്യാപ്പിന് ശേഷം ഡയറക്ടർ സുന്ദർദാസിനൊപ്പം വീണ്ടും നിങ്ങൾ രണ്ടിലോട്ടുള്ള ഒരു ടീമപ്പ് ഒന്നിക്കുകയാണ്. ഒരുപാട് നല്ല സിനിമകൾ നമുക്കറിയാം. കുടമാറ്റം, കുബേരൻ, സല്ലാപം, അങ്ങനെ ഒത്തിരി നല്ല സിനിമകൾക്ക് ശേഷം വീണ്ടും ഈ ഒരു കൂട്ടുകെട്ട് ഒന്നിച്ചിരിക്കുകയാണ്. സോ ആ ഒരു 13 years ഗ്യാപ്പിന് ശേഷമുള്ള ഈ ഒരു ടീമപ്പ് 14 വർഷമായി ശരിക്കും ഞങ്ങൾ സിനിമ ചെയ്തിട്ട്. 2002 കുബേരൻ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരു വ്യാഴവട്ടവും കഴിഞ്ഞ് 2 വർഷവും കഴിഞ്ഞിട്ടാണ് ജയിൽ ഭാഷ പറഞ്ഞ് ജീവപര്യന്തം കഴിഞ്ഞിട്ടാണ് എല്ലാ ഫെസ്റ്റിവൽസിനും എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ ഒരു ഒത്തിരി സിനിമകൾ റിലീസ് ആവുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ ഓണം ആയാലും ക്രിസ്മസ് ആയാലും. അപ്പോൾ ആ ഒരു ടൈമിൽ ദിലീപേട്ടൻ്റെ പടത്തിലോട്ടായിരിക്കും പെട്ടെന്ന് ഒരു ഹൈലൈറ്റ് പോകുന്നത്. കാരണം ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന, അതെ, എല്ലാവരും കൂടെ ഒരു ഗ്യാരണ്ടിയാണത്. റിലാക്സ് ചെയ്ത് തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ അതുപോലൊരു പടം, ഇതിൻ്റെ ചില സ്റ്റിൽസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, അപ്പം ഇനി ഇങ്ങനത്തെ ഒരു പടം അല്ലെ കുറച്ച് സീരിയസ് ടൈപ്പ് മൂവി ആണോ ഇതെന്നൊക്കെയുള്ള ഒരു സംശയമൊക്കെ വന്നുപോയി എൻ്റെ ഇടയിൽ. നമ്മൾ പണ്ട് ബെന്നിബായുടെ തന്നെ പല സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചാന്തുപൊട്ട്, കുഞ്ഞിക്കൂനം, മന്ത്രമോതിരം, സ്പാനിഷ് മസാല, മേരിക്കൊണ്ടിരുഞ്ഞാട്,
അപ്പോൾ ഇതിലൊക്കെ ഈ മേരിക്കുണ്ടൂഞ്ഞാലിലെ ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മേരിക്കുണ്ടൂഞ്ഞാലിലെ സോളമൻ്റെ ഒരു ചേട്ടനോ അതിനൊക്കെ ആയിട്ട് ബന്ധമുള്ള വെച്ചാൽ നന്മയുടെ വേറൊരു മുഖമാണ്. അങ്ങനത്തെ ഒന്നും ഒരു ക്യാരക്ടറാണ്. എന്നാൽ ഇവനെ ശ്രദ്ധിച്ച് നോക്കി 5 പൈസയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു ഇവൻ്റെ ആംഗിളുകളൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇവന് ചില സമയത്ത് തോന്നുന്നു ഇവന് ഭയങ്കര ബുദ്ധിയാണല്ലോ. ഇവന് മറ്റുള്ളവരുടെ സന്തോഷം കാണുക എന്നുള്ളതാണ് ഇവൻ്റെ സന്തോഷം. പക്ഷെ അതുകൊണ്ട് ഇവന് എല്ലാവർക്കും ഇപ്പം വെൽക്കം ടു സെൻട്രൽ ജയിലിൽ നിന്ന് ഉണ്ണിക്കുട്ടിന് പറയാം. കാരണം അവനുള്ള സ്ഥലത്ത് നമ്മൾ ചെല്ലാൻ ആഗ്രഹിക്കും. വെച്ചാൽ ഈ കഥയിൽ അങ്ങനെയാണ് അയാളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വേദിക, again we are pairing with our ജനപ്രിയ നായകൻ. ரொம்ப சந்தோஷமாக இருக்கும். He was my first hero in Malayalam and திருப்பி திலீப் சார் கூட தான் ஓணம் திருப்பி செலிப்ரேட் பண்ணுறேன் வித் தி ஆடியன்ஸ் ஆஃப் கேரளா. ஆக்சுவலி இது முன்னாடி வேறு ஃபில்ம் வந்துடுச்சு, ஆனால் அது டேட் பிரச்சனை ஆச்சு. ஆனால் நான் என்ன நினைக்கிறேன்னா மேபி வி வர் டெஸ்டைன் டு celebrate Onam again with the audience of Kerala through Welcome to Central Jail. So yeah, it's really, I'm lucky to work with a actor like him. He's so comfortable to work with and nariya things ella learn pandradhukku vaayip kedikkum. Firstly, humility, being such a evlo periya star irundhalum he has no ego or attitude. But you learn all these things, when you're working with such an amazing and experienced person and an actor. Yeah, I think the entire Indian film fraternity, it has a lot of respect for Dilip sir. സല്ലാപമാണ് ഒരു പക്ഷേ. കാരണം അതിനകത്ത് ദാസേട്ടൻ്റെ പാട്ടുകൾക്കൊക്കെ ജൂനിയർ യേശുദാസ് നമ്മൾ ഇപ്പോഴും മറക്കില്ല. വെള്ളയും വെള്ളയും ഒരു മൂളിപ്പാട്ട് പോലും ബാത്റൂമിൽ പോലും പാടാത്ത ഞാനാണ് ജൂനിയർ യേശുദാസ് അഭിനയിച്ചത്. ഞാൻ പോയി ദാസേട്ടൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ആ സിനിമയ്ക്ക് പോയത്. ഒരു പക്ഷേ സിനിമയ്ക്കപ്പുറത്തുള്ള സുന്ദർദാസുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയായിരിക്കും ദിലീപേട്ടൻ മെയിൻറ്റെയിൻ ചെയ്തു? ഇല്ല, ശക്തമായ സൗഹൃദമുള്ള ആൾക്കാരാണ്. എനിക്കൊരു സംഭവം നടക്കുമ്പോൾ അത് ഞാൻ വിളിക്കാതെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന എണ്ണപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് സുന്ദർദാസ്. പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ചൊന്നും. പക്ഷെ പുള്ളിയോട് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുക, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ട പോലെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാവരും അതെ. അദ്ദേഹത്തിൻ്റെ ചേട്ടനാണെങ്കിലും അമ്മേനെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ്റെ സപ്പോർട്ടാണെങ്കിലും എല്ലാം അതെ. എല്ലാ ഓണക്കാലത്തും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിലീപേൻ്റെ പടം കണ്ട് റിലാക്സ് ആയി വരിക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് ഇപ്പോൾ ഇറങ്ങിയ പിന്നെയും മൂവി, അതിൽ നമ്മൾ കാണുന്നത് ദിലീപേട്ടനെ അല്ല. കാരണം ദിലീപേട്ടൻ്റെ മൂവി എന്ന് പറഞ്ഞാൽ ചിരിച്ച് തമാശകളും കൊച്ചു കൊച്ചു നമ്പേഴ്സൊക്കെ ഇട്ട് നമ്മളെ എല്ലാവരെയും വളരെയധികം രസിപ്പിച്ച് ഭയങ്കര ഫ്രീ മൈൻഡായിട്ട് റിലാക്സ് മൈൻഡായിട്ടും വരുന്ന നമ്മൾ പിന്നെയും മൂവി കാണാൻ പോകുമ്പോൾ അതിൽ ദിലീപേട്ടൻ്റെ എക്സ്ട്രീംലി വേറൊരു ഗെറ്റപ്പും അഭിനയവും ഒക്കെയാണ് അതിനകത്തിൽ കാണാൻ കഴിഞ്ഞത്. പോരാത്തതിന് അടൂർ സാറിൻ്റെ മൂവിയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ദിലീപേട്ടൻ ആക്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ സിനിമ കണ്ടത് കഥ മൊത്തം നമുക്ക് മനസ്സിലാവുന്ന സിനിമ കണ്ടപ്പോഴാണ്. കാരണം അടൂർ സാർ ഒന്നും പറയില്ല. അടൂർ സാറിൻ്റെ രീതി അതാണ്. ആ സമയത്ത് ആ കറക്റ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പതുക്കെ ചില കാര്യങ്ങൾ ചോദിച്ചൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് തോന്നിയോ എൻ്റെ കണ്ണിൽ എന്തൊക്കെയോ ഭാവങ്ങൾ വരുന്നുണ്ട്. ഇത് കാരണം പുള്ളി കണ്ണാണ് അധികം ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഗിമ്മിക്സും ഇല്ലാത്ത നോർമൽ മുഖം വെച്ചിട്ട് തന്നെയാണ് പുള്ളി ആ ക്യാരക്ടറിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അടൂർ സാറിൻ്റെ സിനിമയിൽ ഒരു ഭാഗമാവാൻ സാധിക്കുക, അത് ചരിത്രം എടുക്കുമ്പോൾ പിന്നെയും എന്ന ചിത്രത്തിൽ അടൂരിൻ്റെ നായകൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഞാൻ ചാൻസ് ചോദിച്ചിട്ട് പോയിട്ടുള്ള ആളാണ്. ഞാൻ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞു. എന്നിട്ട് പുള്ളിയിലേക്ക് എത്താനുള്ള വഴി അറിയാണ്ട് ഞാൻ മധുബാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മധുബാലാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നതും ഞാൻ സാറിനെ കാണാൻ പോയതും ഒക്കെ ഉണ്ടായിരുന്നു. പഞ്ചാബി ന്യൂസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ദിലീപ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അന്ന് സാധാരണ നമ്മൾ സംവിധായകരെ ആശ്വസിപ്പിച്ച് വിടുന്ന പോലെ നമുക്ക് എന്തെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ പുള്ളി അത് ഓർത്തെടുത്ത് വെച്ച് പുള്ളി നമ്മളെ വിളിച്ചു. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് വേറെ ആംഗിളാണ്. ശരിക്കും കാണുമ്പോൾ തോന്നും നമ്മളെ ഭയങ്കര കോളേജ് അറ്റ്മോസ്ഫിയർ. കാരണം അതിനകത്തും അവർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും പുറത്തിറങ്ങും. ഇനി ഞാൻ ഈ ക്രൈം ചെയ്യില്ല, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ല, എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു ജീവിതമുണ്ട്. വേദികയുടെ ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ വേദികയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും? കഥ പുറത്ത് പറയരുത്. Well, basically in the film la girl next door மாதிரி ஒரு character இருக்கு, and she's a videographer and photographer in the movie, and
ദിലീപ് സാറോட ക്യാരക്ടർ ഉണ്ണിക്കുട്ടൻ என்னோட ஸ்டூடியோக்கு வந்து ஃபோட்டோஸ்க்காக இது ரிக்வெஸ்ட் பண்ணுவாங்க. സ്റ്റോറി No, this is not story, na. ഒരു ഔട്ട്ലൈൻ എന്ന് So that's how we meet. That's what I'm saying. What happens after meeting? That you have to watch the movie. But ஒரு லவ் ஸ்டோரி இருக்கு நான் சொன்ன மாதிரி அண்ட் ஒரு என்டர்டெய்னிங் ஃபில்ம் அதுக்குள்ள ஒரு லவ் ஸ்டோரி அண்ட் த்ரில்லிங் எலிமெண்ட்ஸும் இருக்கு ஸோ ஒரு நல்ல മിക്സ് ഓഫ് എവറിഥിങ് சொல்லலாம் നല്ല പാട്ടുകൾ അങ്ങനെയൊക്കെ വരുന്നതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വെരി ഗുഡ് സോങ്സ്. ഒരു പക്ഷേ ബെന്നി സ്ക്രിപ്റ്റ് എഴുതുമ്പം ദിലീപേട്ടൻ്റെ ഒരു മാനസം കണ്ടുകൊണ്ട് തന്നെയാണ് എഴുതുന്നതല്ല പിന്നീട് അത് വർക്കൗട്ട് ചെയ്യുമ്പം അതിലേക്ക് ഒരു മാറി വരുന്നതാണോ? ഉണ്ടാവാം, സ്ക്രിപ്റ്റിൽ കുറച്ചുണ്ടാവാം. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യുക, നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമല്ലോ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും, ആ സൗണ്ട് തോമാ, അതൊക്കെ ബെന്നിബായുടെ എല്ലാം ഡിഫറെൻറ്റ് വേഷങ്ങൾ തന്നെയായിരുന്നു. അപ്പം നമ്മളത് നമുക്കെന്തും പറയാൻ പറ്റുന്ന ഒരാൾക്കാരാണ്. ഇപ്പോൾ ബെന്നിബായി ആണെങ്കിലും റാഫി ബൈ ആണെങ്കിലും ഉദയനൊക്കെ ആണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. നമുക്കിങ്ങനെ വേദിക 2 സിനിമകളാണ് ദിലീപേട്ടൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത്. ഈ 2 സിനിമ വെച്ച് ദിലീപ് എന്ന ആക്ടറിനെയും ദിലീപ് എന്ന പേഴ്സണിനെയും വിലയിരുത്താൻ പറഞ്ഞാൽ? Yeah, actually I spoke, but what I see is he is becoming better and better every time, more dedicated. Like I'm not in a position to comment about him because he's so senior, but it feels like as if he doesn't consider himself as a superstar, so he puts in a lot of effort, and not only on himself but also for his co-stars, and rumba patience irukku avarukku, so adu periya or idu illaya, to have patience. I think if you have patience you can achieve anything in this world, even mental stability and peace. So I want to learn that from him, and an inspiration to everyone, to all the actors, all the young actors, everybody, even வேற languagesல எப்பவுமே எனக்கு எல்லாரும் actors கிட்ட சொல்லியாச்சுன்னா இல்லைனா film industry technicians கிட்ட சொல்லியாச்சுன்னா, suppose I'm working with Dilip sir, நான் சொல்லின அப்புறம் எல்லாரும் பெரிய ஃபேன் திலீப் சாரோட, அண்ட் பெருமையாக இருக்குது தட் இந்த மாதிரி ஒரு ஆர்டிஸ்ட் கூட நான் ஒர்க் பண்ணுறேன். ദിലീപേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ദിലീപേട്ടൻ്റെ കടുത്ത 3 ആരാധികമാർ, അത് വരുന്നതിന് മുമ്പേ വേദിക ഓണമാണ്, നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഹായ്, ഞാൻ വേദിക. കൈരളി ടി വി എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ദിലീപേട്ട നേരത്തെ പറഞ്ഞതുപോലെ 3 കടുത്ത ആരാധികമാർ, ഇതിൽ ഒരാരാധികയെ ദിലീപേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയ ഒരാൾ കൂടിയാണ്. അതാണ് ഇതിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 പേരെയും അതിവിടെ വന്നിട്ട് ദിലീപേട്ടൻ നേരിട്ട് കാണുന്നതായിരിക്കും. പാട്ടും പാടിത്തരും. ആ പാട്ടും പാടിത്തരും. വിളിച്ചാലോ? വന്നോളൂ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഓക്കെ, പെട്ടെന്ന് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ദിലീപേട്ടൻ ഒരുപാട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ദിലീപേട്ടനായിരിക്കാം ചെയ്തിരിക്കുന്നത്. അതിൽ ചില സിനിമകളൊക്കെ റീമേക്കും ചെയ്തിട്ടുണ്ട് അന്യ ഭാഷയിലേക്ക്. ദിലീപേട്ടൻ അന്യഭാഷയിലേക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹവുമില്ല. ദിലീപേട്ടൻ്റെ ആഗ്രഹം എന്താണ് അന്യഭാഷയെക്കുറിച്ച്? അഭിനയത്തിന് ഭാഷകളില്ല. നമുക്ക് പറ്റിയ കഥാപാത്രങ്ങൾ എവിടെ നിന്ന് വന്നാലും നമ്മളെ വഴിക്ക് വണ്ടി കയറുക എന്നുള്ളതാണ്. എന്ന് വെച്ച് എൻ്റെ ബേസ് മലയാളമാണ്. അത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഉള്ളത് ഇവിടെ. ഞാൻ പണ്ട് ഒരു അന്യഭാഷാ ചിത്രം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ രാജ്യം എന്ന ഒരു തമിഴ് പടത്തിലാണ് അഭിനയിക്കാൻ പോയത്, വിജയാനന്ദ് സാറിൻ്റെ അനിയനായിട്ട്. പക്ഷെ ഇപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ പേരിൽ വിജയൻ തമ്പി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽസ് അത്രയും സജീവമായ സ്ഥിതിക്ക് ലോകത്തിൻ്റെ എവിടെയുള്ള ഏത് ഭാഷക്കാരും, ഇപ്പോൾ നമ്മൾ പോയിട്ട് നമുക്ക് അറിയാൻ പാടാത്ത തമിഴ്, മറ്റേ തെലുങ്ക് പടം, മറ്റുള്ള ലാംഗ്വേജ് അറിയാൻ പാത്ത ലാംഗ്വേജും നമ്മൾ പോയിട്ടിരുന്ന് സിനിമ കാണുന്നുണ്ട്. അപ്പോൾ അവരും നമ്മുടെ സിനിമകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ യുവർ ആക്ടർ ഫ്രം സൗത്ത് ഇന്ത്യ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇത് വരാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. അതുപോലെ നല്ല കഥാപാത്രങ്ങൾ. പക്ഷെ ഇവിടെ ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ സിനിമകൾ അതെ കുഴപ്പമില്ലാണ്ട് മാത്രമല്ല നമ്മുടെ സിനിമകൾ എൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. ഇപ്പോൾ എൻ്റെ ചോദ്യം ഞാൻ പറയാം. ഇപ്പോൾ ദിലീപേട്ടൻ കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള
വേഷം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, കുഞ്ഞുകൂനൻ, ചാന്തിപ്പൊട്ട്. അപ്പോൾ ഞാൻ വരുന്ന മട്ടാഞ്ചേരി മറ്റേ SRBS കോളേജിൽ നിന്നാണ് മട്ടാഞ്ചേരി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആദ്യമേ പറഞ്ഞു വിട്ടത് ഇതെങ്ങൊരു ഡയലോഗ് അതിലെ ചാന്തുപൊട്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് മാങ്ങപറി ചലക്കട്ടെ തന്നെ പിന്നെ കണ്ടൂല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇടയിൽ ഓറഞ്ച് എല്ലാം പാളിയിടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡയലോഗ്സുകളൊക്കെയാണ്. ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഓരോ തരത്തിൽ പിന്നെ അതിന് പ്രത്യേക ശബ്ദവും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ആ കൂനലിലൊരു ഇതില്ലേ, ഞാൻ സ്വയം വിമൽ കുമാർ, അത് ഞാൻ ഇട്ടതാ. പറയാമോ? അത് വിമൽ കുമാർ അതെപ്പിട്ടു ഞാനിപ്പിട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഡബിങ്ങിൽ നമ്മൾ പല്ലൊക്കെ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തിന് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും. നല്ല കേട്ട്. ഏത് പാട്ടാ പാടിയിരുന്നത്? ഞാൻ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതിയില് തെക്കോ തെക്കുരിക്കൽ എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടൊന്നുകൂടി പാടാ, ഓർമ്മ പുതുക്കാം നമുക്ക്. തെക്കോ തെക്കുരിക്കൽ പുത്തൻ നിൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടു. തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. അന്നു തൊട്ടേ പതിവായി കണ്ടുമുട്ടി പങ്കെടുത്തും കൊടുത്തും ചങ്കിണക്കി തൂവൽ ചീകും ചുണ്ടാൽ ചൊല്ലി നീൻ ചങ്ങാതി ഹായ് ഞാനും ചങ്ങാതി. കാരണം നമ്മൾ മറ്റേ പാട്ട് കേട്ടുള്ളത് ലൈവ് ഇപ്പോഴാണ് ആലോചിക്കണത്, ദിലീപേട്ടൻ ആലോചിക്കണത് ചെറുപ്പം. അത് തന്നെ. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരാൾ വരുന്നത്. സസ്പെൻസ് ആയിട്ട് വെച്ചാണ് അതിനവിടെ ആ സ്പേസ് ഇട്ടതുപോലും അതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പ്രോഗ്രാമിലൂടെ കാര്യം ഞാൻ കണ്ടിട്ടില്ല ആളെ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന്. സോ ദിലീപേട്ട, ഇന്ന് നമ്മൾ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശരി. 5 വർഷമായി ഞാൻ നിന്റെ പിറകെ നടക്കുന്നു. ഞാനിപ്പോൾ മെഡിസിൻ പോയെങ്കിൽ ഡോക്ടറായനെ, ജയിലിൽ പോയെങ്കിൽ റിലീസായിരുന്നു. ഓർമ്മ ചോദിക്കേണ്ട കാര്യമില്ല. മാനത്തെ കൊട്ടാരമായിരുന്നു ദിലീപേട്ടൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു മൂവി. ആ മൂവി റിലീസായ ഇയർ ഏതാണ്? 95-ലാണ് അത് നടന്നത്. 96-ലായിരിക്കും ചിലപ്പോൾ അത് റിലീസ് ചെയ്തത്. 1994 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 94-ലാണ് അതിന്റെ ഷൂട്ടിംഗ്. ഓക്കെ 95-ലാണ് അതിന്റെ റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ്, ജയറാമേട്ടൻ കമൽ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വിഷ്ണു ലോകം എന്ന് പറയുന്ന മൂവിയിലാണ് ദിലീപേട്ടൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അത് ഏത് ഇയർ ആണ്? എനിക്ക് 91 ലാസ്റ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ. 91 തന്നെ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു ദിലീപേട്ടൻ മൂവി ഇൻഡസ്ട്രിയിലേക്ക് എത്തിയിരുന്നത്. സോ ദിലീപേട്ടന് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ കൂടെ അസോസിയേറ്റ് ചെയ്യണം എന്ന് തോന്നിയ ഒരു ഡയറക്ടർ, അതാരാണ്? ഞാനും പുള്ളി ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ്. അരിയർ സാറിന്റെ പടത്തിൽ ഞാൻ ഇതുവരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദിലീപേട്ട, അതുപോലെ ദിലീപേട്ടൻ്റെ ഈ കഥാപാത്രം ഒരു പ്രത്യേക സന്ദർഭം വരും പറയും എൻ്റെ പട്ടി പോവും, എന്നിട്ടും ആ സ്ഥലത്ത് പോവുകയും ചെയ്യും. ഫാൻസ് എതിർക്കും. ദിലീപേട്ടന്റെ ഫസ്റ്റ് കാറിന്റെ നമ്പർ. ഈ കാര്യം ഭയങ്കര ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്നറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റാപ്പിഡിൽ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ 345. ഓക്കെ, നെക്സ്റ്റ്, ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ദിലീപേട്ടൻ്റെ ഫീൽ? നമ്മൾ പണിയെടുക്കുക, അതിൻ്റെ നല്ല ശതമാനം സർക്കാരിലേക്ക് കൊണ്ടുപോവുക. നല്ല ഫീലാണ്. നല്ല ഫീലാണ്. ഇപ്പോൾ ആക്ടേഴ്സും ആക്ട്രസസ് ആണെങ്കിലും എല്ലാവരും ബിസിനസ് മേഖലയിലേക്ക് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപേട്ടൻ പുട്ടുകടയിലേക്കും എത്തി. പുട്ടിൻ്റെ നല്ല ഷോപ്പ് തുടങ്ങി വെറൈറ്റി പുട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ റിലീസായ മൂവീസൊക്കെ പുട്ട് എത്തിയിട്ടുണ്ടോ? 2 countries. 2 countries ഇറങ്ങി, കിങ് ലെയർ ഇറങ്ങി. ഓരോ തരത്തിലുള്ള പുട്ടുകളും അവിടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് ഡിഫറെൻ്റ് ആയിട്ട്, കാരണം കലർപ്പില്ലാത്ത ആഹാരമാണ് പുട്ട്. 2 countries നായകൻ ഒരു ലൈഫിലെ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അദ്ദേഹം ഷാപ്പിൽ വളരെ അബോധാവസ്ഥയിലായിരുന്നു. സോ ദിലീപേട്ടൻ്റെ ലൈഫിലും അങ്ങനെ എന്തെങ്കിലും ഒരു സീരിയസ് ഡിസിഷൻ എടുക്കേണ്ടി വന്നപ്പോൾ അങ്ങനെ ഒരു അബോധാവസ്ഥയിലായിട്ടുണ്ടോ? ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. ചില ആവേശങ്ങൾ ഉണ്ടാവുന്നത്, ചില ബിസിനസ്സുകൾ നടക്കുന്നത്, ചില പ്രോജക്റ്റുകൾ തന്നെ ഉണ്ടായിരിക്കണം ചിലപ്പോൾ. എന്നാൽ പിന്നെ നമ്മളത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മദ്യപാന സെറ്റപ്പിൽ തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ സിനിമയിൽ ഉണ്ടാവും. പൂർണ്ണശ്രീ, ഒരവസരം കൂടെ ലഭിച്ചാൽ ദിലീപേട്ടൻ്റെ ഏത് പാട്ട് പാടിക്കൊടുക്കും അവസാനമായി?
ദിലീപേട്ടൻ ഇപ്പം മണിച്ചേട്ടനെയൊക്കെ പറ്റി പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ പറ്റി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അഭിനയിച്ച വെട്ടം ഫിലിമിലെ പാട്ട് പാടാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെയും ഈറൻമുടി ചേരുന്നിതെൻ മേലാകവേ, നീളുന്നൊരേ മൺപാതയിൽ തോളോട് തോൾ പോയില്ലയോ, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. കൈരളിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നും ഈ സ്നേഹം എന്നോടൊപ്പം ഉണ്ടാവണം, ഈ കയ്യടി, അതാണ് ഞങ്ങളുടെ എനർജി. ഇത്തവണ ഓണത്തിന് ഒരുപാട് ആൾക്കാർ ഈ സിനിമ കണ്ടു. സിനിമ കാണാത്ത ആളുകൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. ചിരിയുടെ കുറേ നിമിഷങ്ങൾ സമ്മാനിക്കുമ്പോൾ മുന്നോട്ട് വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്യാനും വലിയ വിജയങ്ങളുണ്ടാവാനും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാ ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ, സമാധാനത്തിൻ്റെ ദിനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.